ഭാഗം നമുക്കൊന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള ഭാഗം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. മതി. നമ്മളിവിടെ വായിച്ച ഭാഗം എഫെസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത വാക്യമുണ്ടോ? അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞൊരു വർഷം മുഴുവൻ കർത്താവ് നമ്മളെ പരിപാലിച്ചു, വഴി നടത്തി, സൂക്ഷിച്ചു. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട് അല്ലേ, കർത്താവ് എന്നെ കഴിഞ്ഞ വർഷം നടത്തി എല്ലാം പറയുമ്പം തന്നെ നമ്മൾ അറിയേണ്ട കാര്യം, കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം എന്തോ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടത് പോലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കൃപയാ. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മളെ രക്ഷിക്കപ്പെട്ടതുപോലെ, അതായത് ദൈവത്തെ കണ്ടെത്തിയതുപോലും കൃപ. കൃപ എന്നതിൻ്റെ അർത്ഥം എന്തുവാ? കൃപയെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ദൈവം തരുന്ന അർഹിക്കാത്ത എന്തുവാ? ഒരു ദാനമാണ്. ദാനം നമുക്കൊന്നിനും അതിന് പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പം സാധാരണ അവിടെയുള്ള ഒരാളോട് ചോദിച്ചാൽ, ഒരു സാധാരണക്കാരന് ഇവിടെ നല്ലൊരു ഗ്രേറ്റർ കമ്മ്യൂണിറ്റിയിൽ പോയൊരു വീട് മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. കാരണം അതിൻ്റെ വില കോടികളാണ്. നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പറ്റാത്തൊരു കാര്യം സാധാരണക്കാരൊരു വ്യക്തിയെക്കുറിച്ച്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം അതിനെ എന്ത് ചെയ്തിരിക്കുന്നു? നമുക്ക് എങ്ങനെ തന്നു? പറഞ്ഞാട്ടെ, നമുക്ക് ദാനമായിട്ട് തന്നു. ഈ ചീപ്പ് ഗ്രേസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ചീപ്പ് ഗ്രേസ് എന്ന് വെച്ചാൽ, ചീപ്പ് ഗ്രേസ് എന്ന് പറയുമ്പോൾ ബുക്ക് വായിക്കും നമ്മൾ വിചാരിക്കും കൃപയ്ക്ക് വലിയ കാര്യമൊന്നുമില്ലെന്ന്, വളരെ ചീപ്പായിട്ടുള്ള. അതല്ല അതിൻ്റെ അർത്ഥം. അവിടുത്തെ അർത്ഥം എന്ന് അറിയാമോ? നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ദൈവം ആ വില മൊത്തം മുടക്കി എന്ത് ചെയ്തു? നമുക്ക് മേടിച്ചു തന്നു. അതിൻ്റെ അർത്ഥം അതിന് വിലയില്ലെന്നാണോ? ഹലോ, നിങ്ങൾ കേട്ടോണ്ടെന്ന് അറിയത്തില്ല. പണ്ട് ഒരു കൊച്ചൻ്റെ അമ്മയുടെയും കൂടെ കഥയുണ്ട്. അതിനകത്തിൽ എല്ലാ ദിവസവും അമ്മ കുഞ്ഞിന് പൈസ കൊടുക്കുമായിരുന്നു അല്ലേ. പപ്പ അവനോട് പറയുമായിരുന്നു, നീ ചെയ്യാൻ വരുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം? പൈസയും കൊണ്ട് വരണം, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം അമ്മ എല്ലാ ദിവസവും, അന്ന് കാലണയൊക്കെ ആണല്ലോ, അപ്പം ഓരോ കാലണ വെച്ച് അമ്മ എന്ത് ചെയ്യും? എല്ലാ ദിവസവും കൊടുക്കും. അപ്പോൾ ഈ പപ്പ ഈ പൈസ കൊണ്ടുവരുമ്പോൾ എല്ലാം മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? അത് കിണറ്റിലോടെ കണ്ടിട്ട് കളയും. അപ്പം അങ്ങനെ സ്ഥിരമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് മരിച്ചു. ആ സമയത്ത് അവന് തന്നെ ജോലിക്ക് വേണ്ടി വന്നു. അവൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പൈസയും കൊണ്ട് വന്നപ്പോൾ അതങ്ങനെ കളയാനായിട്ട് അവനെന്തില്ല, മനസ്സ് വന്നില്ല. കാരണം അതങ്ങനെയല്ല. ഇപ്പം നോക്കിക്കേ, നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കത്തില്ല. ഇപ്പം ജോലി ചെയ്യുന്നവർ നോക്കി, ഒരു മാസം സാലറി വന്നു കഴിയുമ്പം നമ്മൾ അതിനെ 25 പ്രാവശ്യം അതിനെ ചിന്തിക്കും അതെന്ത് ചെയ്യണമെന്ന്. കാരണം അത് ആര് കഷ്ടപ്പെട്ട പൈസയാണ്? ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും. മനസ്സിലായോ? പണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്, എന്താ പപ്പയ്ക്ക് മമ്മിക്ക് എന്താ തന്നാൽ എന്താ കുഴപ്പം, മേടിച്ചാൽ എന്താ കുഴപ്പം? ഇപ്പം നമ്മൾ അതിൽ നിന്ന് 1 രൂപ കൊടുക്കണമെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിൻ്റെ തലനാഴിനെ എന്ത് ചെയ്യും? കീറി പഠനം. ഈ ഫോറൻസിക്കാരൊക്കെ പഠിക്കുന്ന പോലെ അതിനെക്കുറിച്ച് മൊത്തം പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ. അതങ്ങനെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടതിന് നമുക്ക് എന്തുണ്ട്? അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഇവിടെ നോക്കിയേ, കൃപ ഭയങ്കര വലുതായത് കൊണ്ട് ദൈവം നമുക്ക് എങ്ങനെ തന്നതിനെ? ദൈവം അതിനെ നമുക്ക് ദാനമായിട്ട് തന്നു. ആര് മുഖാന്തരം ആ കർത്താവ് ഇത് ചെയ്തെന്നറിയാം? ദൈവം ഇത് ചെയ്തത്, ദൈവം ഇത് ക്രിസ്തു മുഖാന്തരമാണ് ചെയ്തത്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടും വലിയ 2 ഭാഗങ്ങളാണ്. എല്ലാം നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റത്തില്ല. പക്ഷെ ദൈവസഭ കുറഞ്ഞ വശം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ദൈവത്തിൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ എന്തോ അറിയണം? ക്രിസ്തുവിൻ്റെ ദൈവത്വം അറിഞ്ഞിരിക്കണം. അതുപോലെ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വന്നേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 8 ഒന്ന് വായിച്ചേ. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. ഈ ഭാഗം എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ സംബന്ധിച്ച. മനസ്സിലായോ? യേശു ക്രിസ്തുവിന്റെ എന്തിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത്? മനുഷ്യത്വം. അവിടെ ആ വാക്യം കണ്ടോ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചാണ് എഴുതിയിരിക്കുന്നത്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ
തന്നെ. നോക്കിക്കേ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം എന്താണെന്നറിയാമോ? യേശുവിൻ്റെ മനുഷ്യത്വത്തെ സംബന്ധിച്ചുള്ള കാര്യം. കാരണം സ്വർഗം വിട്ട് അവൻ എങ്ങനെ വന്നു? ഒരു സാധാരണ വ്യക്തിയായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, അങ്ങനെ യേശുവിന് ഈ ഭൂമിയിൽ വന്ന് ജീവിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? നോക്കിക്കേ, സൃഷ്ടി അവനൊരു വാക്കുകൊണ്ട് നടത്തി അല്ലേ? രോഗിയെ അവൻ കൈവച്ച് സൗഖ്യമാക്കി, അവൻ നോക്കി സൗഖ്യമാക്കിയിട്ടുണ്ട്, പോകുന്ന വഴിയിൽ സൗഖ്യമായി, ഏതെല്ലാം രീതി സൗഖ്യമാക്കി. പക്ഷേ രക്ഷയുടെ കാര്യം വന്നപ്പോഴത്തേക്ക് കർത്താവിന് എന്ത് ചെയ്യേണ്ടി വന്നു? കർത്താവിന് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ആ രക്ഷ നമുക്ക് വേണ്ടി പുത്രനിലൂടെ എന്ത് ചെയ്യേണ്ടി വന്നു? നിവർത്തിച്ച് തരേണ്ടി വന്നു. അപ്പം നോക്കിക്കേ, നമ്മൾ പറയത്തില്ലേ ലോകത്തിൽ ഭയങ്കര ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി അത്ഭുതങ്ങളുള്ള ഇതൊരു മഹാ അത്ഭുതമാണ്. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം എന്ത് ചെയ്തു? മുറുകെ പിടിക്കാതെ എന്ത് ചെയ്തു? ഒരു ദാസന്റെ രൂപത്തിൽ എന്ത് ചെയ്തു? താഴെ വന്നു. മനസ്സിലായി? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ഓഫീസിലെ ഏറ്റവും വലിയ ബോസ് ഒരു ഹൗസ് കീപ്പിങ്ങിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാവുമോ? അതെ, നമുക്ക് പറയുമ്പോഴൊക്കെ ശരിയാ. ഇപ്പം നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടേക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കണ്ടുണ്ട്. വലിയ ബോസ് വീട്ടിൽ എന്താ പറയുക, ഈ ഹൗസ് കീപ്പിങ്ങിന് ആൾക്കാരെയൊക്കെ വിളിച്ചവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതൊക്കെ ഇതൊക്കെ കാണാം, കാഴ്ചയ്ക്ക് ഇതൊക്കെ കുഴപ്പമാണ്. പക്ഷേ ആ ഒരു പ്രത്യേക സമയത്തേക്ക് വേണേൽ ചെയ്യുമായിരിക്കും. ഒരു ലൈഫ് മുഴുവൻ ഒരു ദാസനായിട്ട് ജീവിച്ച് തീർക്കാനൊന്നും കഴിയത്തൊന്നുമില്ല. ഹലോ, ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ തരത്തില്ല, ഒരു ഉറുമ്പിനെ പോലും ചവിട്ടാത്ത സ്വാമിജിമാരുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? അവർ ഉറുമ്പുണ്ടെങ്കിൽ എന്തോ ചെയ്യുന്നറിയോ? മാറി നടക്കത്തുള്ളൂ. അതിനെയൊന്നും അറിയാതെ പോലും എന്ത് ചെയ്യത്തില്ല, ചവിട്ടത്തില്ല. കാരണം അങ്ങനെ പോലും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയരെ, അങ്ങനെ ഒന്നും ഈ രക്ഷ സാധ്യമാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? രക്ഷ നടക്കുന്നത് മുഴുവൻ എങ്ങനെയാണെന്നറിയോ? ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മൂലമാണ്. നമ്മൾ വേറെ എന്തെല്ലാം ചെയ്താലും നമ്മുടെ ആത്മാവ് സുരക്ഷിതമല്ല. നമ്മുടെ ആത്മാവ് സുരക്ഷിതമാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഈ വലിയ രക്ഷയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. നോക്കിക്കേ, അപ്പം അത്ഭുതങ്ങളെല്ലാം കർത്താവ് ഒരു വാക്കിനകത്ത് ചെയ്തു, തൊട്ട് സൗഖ്യമാക്കി, പറഞ്ഞ് സൗഖ്യമാക്കി. പക്ഷേ രക്ഷയോടുള്ള ബന്ധം വന്നപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യേണ്ടി വന്നു? അവന് ഈ സ്വർഗം വിട്ടിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ട് വന്നു. അതിനെയാണ് ഫിലിപ്പിയ ലേഖനക്കാരൻ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തോ എഴുതിയിരിക്കുന്നത്? അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാൻ എന്ത് ചെയ്തു? വേഷത്തിൽ മനുഷ്യനായി. ഈ വേഷത്തിൽ മനുഷ്യനായെന്ന് പറഞ്ഞാൽ പ്രച്ഛന്ന വേഷക്കാരൻ്റെ കാര്യം പോലല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ ഫാൻസി ഡ്രസ്സൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭാഗമായിരുന്നു ആ സമയത്ത് ഓരോ വ്യക്തികളായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അഭിനയിക്കാൻ കഴിവൊന്നുമില്ല. ഈ അന്നത്തെ ഏറ്റവും നമുക്ക് വലിയ പണിയില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രസന്ന വേഷം ചെയ്യുക, ടാബ്ലോ, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യായിരുന്നു? വലിയ അധികം മേനത്തൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വേഷത്തിൽ മനുഷ്യനായതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് വേഷം മാറിയെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ഒരു ആയസ് മുഴുവൻ, 33.5 വയസ്സ് മുഴുവൻ അവൻ എങ്ങനെയായി തീർന്നറിയോ? ദൈവമായിട്ടും അതിൻ്റെ യാതൊരു അഡ്വാൻറ്റേജും എടുക്കാതെ നമ്മളിൽ ഒരുവനെ പോലെ സാധാരണക്കാരനായിട്ട് ജീവിച്ചു. യേശു എത്ര അത്ഭുതങ്ങൾ എത്രയോ പേർക്ക് ചെയ്തു. യോഹന്നാൻ പറയുന്നില്ലേ, അവൻ്റെ അത്ഭുതങ്ങളെല്ലാം കൂടെ വന്നാൽ എന്ത് ചെയ്യത്തില്ല? പുസ്തകത്തിൽ ഈ ഒതുങ്ങത്തില്ല, വേറെ പുസ്തകങ്ങൾ എഴുതിക്കേണ്ടി വരും. എൻ്റെ ഒരു ചോദ്യം, യേശുവിന് വേണ്ടി എത്ര അത്ഭുതം ചെയ്തു? ഹലോ, നമ്മൾ ഈ 2025 വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുക അല്ലേ? നമ്മൾ അത്ഭുതം നടക്കുമെന്നും വിടുതൽ നടക്കുമെന്നും ഒക്കെ നമ്മൾ വിചാരിക്കുന്നു. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. പക്ഷെ നമ്മളൊരു കാര്യം തിരിച്ചറിയുക, യേശുക്രിസ്തു ഈ ഭൂമിയിൽ നമ്മളിൽ ഒരുവനെ പോലെ ജീവിച്ചിട്ട് യേശുവിന് വേണ്ടി ഒരത്ഭുതമല്ല ചെയ്തായിട്ട് പറഞ്ഞു. അവന് വിശന്നിരിക്കുമ്പോൾ 5000 പേർക്ക് പുരുഷന്മാർക്ക് അപ്പം കൊടുത്ത അവൻ. എന്നിട്ട് അവൻ വിശന്നിരിക്കുന്ന സമയത്ത് കാണുന്നുണ്ടേ, അവൻ പ്രതീക്ഷയോടെ എന്തിൻ്റെ അടുക്കിലേക്ക് പോയി? കാട്ടത്തീ മരത്തിൻ്റെ അടുക്കിലേക്ക് പോയി. അവിടെ ചെന്നപ്പം അത് ദൂരേന്ന് കണ്ടപ്പം ഫലമുള്ളതായിട്ട് തോന്നി. അടുത്ത് വന്നപ്പോൾ മനസ്സിലായി എന്തോ ഇല്ലെന്ന്. ഇത് സത്യത്തിൽ നമ്മുടെ ആത്മീയതയോട് ഒത്തിരി ബന്ധമുള്ളൊരു കാര്യമാണ്. അത്തി ആക്ച്വലി യഹൂദനെ കാണിക്കുന്ന കാര്യമാണ്. എങ്കിലും ഞാനിവിടെ പറയുകയാണ്, അത് നമ്മുടെ ആത്മീയതയോടുള്ള ബന്ധമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പുറമേയൊക്കെ കാണിക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര സ്പിരിച്വൽ ജെയിൻ്റാന്നൊക്കെ വിചാരിക്കും. 2 ദിവസം അവരോട് താമസിച്ച് പോകാം, അന്നേരം അറിയാം. ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മൾ ഈ സ്റ്റേജിൽ കാണുന്ന ഒന്നും അല്ല വ്യക്തി. നമ്മൾ യഥാർത്ഥത്തിൽ ആരാന്ന് അറിയണമെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്നവരോട് ചോദിക്കണം നമ്മൾ ആരാണ്. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കുന്നതെല്ലാം ഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലേ? ഫിലിപ്പോസ് വന്ന് ചോദിച്ച പോലെ, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നെന്ന് ഞാൻ എന്ത് ചെയ്യുക? അപ്പോൾ പറഞ്ഞില്ല, ഒരുവൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ. എന്നിട്ട് അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. നമ്മൾ ആരാന്നുള്ളത് 2-3 പേർക്ക് ആരാന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഒന്ന്,
ദൈവത്തിന് നന്നായിട്ട് അറിയാം നമ്മൾ ആരാന്ന്. അറിയത്തില്ലേ? കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് അറിയാം നമ്മൾ ആരാന്നല്ലേ? ദൈവത്തിന് അറിയത്തില്ല നമ്മൾ ആരാന്ന്. അടുത്ത അറിയാവുന്ന ആർക്കാന്നറിയോ? നമുക്ക് തന്നെ അറിയാം നമ്മൾ ആരാന്ന്. ഹലോ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ എന്നോട് എന്തിനാ ഇത് വെച്ചാ നമ്മുടെ ഉള്ളിൽ നമ്മളൊന്ന് ചോദിച്ചു ചോദിക്കുക, നമ്മൾ ആരാന്ന് നന്നായിട്ട് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കുവാണ്, ഒരു ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യുവാണ്, ഇങ്ങനെങ്കിലും നമുക്കൊരു വിടൽ എന്ത് ചെയ്യുമെന്ന് കിട്ടുമോ? മനസ്സിലായോ? നിങ്ങൾ 2024 ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ജാനുവരിയിൽ നമ്മളെല്ലാവരും, ജാനുവരി കർത്താവ് ഭയങ്കര ബിസിയുള്ള സമയമാണ്. കാരണം ആത്മീയരെല്ലാവരും കൂടെ ഇടിച്ചു കയറുന്ന സമയമാണ്. എവിടെ? ജൂൺ ജൂലൈയിലൊന്നും ഒറ്റ ആളും കാണത്തില്ല. കാരണം എല്ലാം ചൂട് എന്ത് ചെയ്തു? മൊത്തം പോയി ഡ്രൈ ആയി മൊത്തം ഇരിക്കുക. പിന്നെ എപ്പോഴാണ് ഇനി കർത്താവ് ബിസി ആവുന്നത്? ഡിസംബർ അങ്ങോട്ട് ആവുമ്പോഴേ. ഡിസംബർ ഒന്നുമല്ല, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, 31 ഏറ്റവും ബിസിയാണ് കർത്താവിന്. കാരണം ഈ പാപക്ഷമയം എല്ലാം കൂടെ എന്ത് ചെയ്യണ്ടേ? ഭയങ്കര തിരക്കുള്ള സമയമാണ് 31. 31-ാം തീയതി രാത്രി നമ്മൾ 12 ആയാലും പോകത്തില്ല. ഇല്ല, കർത്താവ് എന്നോട് ചെയ്ത, പണ്ടൊരു അമ്മച്ചി ഈ കർത്തൃമേശ എടുത്ത സമയത്ത് പാസ്റ്റർ പറഞ്ഞു, മാമേ എന്തോ സംഭവം വീഞ്ഞ് കുറവാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും അല്പം മാത്രം എടുക്കും, ഉദരം വരെ ചെല്ലത്തക്ക രീതിയിൽ എടുക്കാമെന്ന് പറഞ്ഞു. ഒരമ്മച്ചി ആ ഗ്ലാസ്സിൽ നിന്ന് വിടുന്നേ ഇല്ല. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, അമ്മച്ചി കുറേ നേരമായല്ലോ വിടാൻ പറ്റും. ഇല്ല, കർത്താവ് എന്നോട് ചെയ്ത് ഓർത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ ജാനുവരിയിലും ഡിസംബറിലും ഉള്ളൊരു വിശ്വാസികളായിട്ട് നമ്മൾ തീരല്ല. എന്നോട് ചോദിച്ചാൽ എല്ലാ ദിവസവും, അതുകൊണ്ടല്ലേ ഭക്തൻ പറഞ്ഞേ, ഞാൻ എപ്പോഴും യഹോവയെ എന്ത് ചെയ്തിരിക്കുന്നു. അതൊരു ഭയങ്കര ഗൗരവമായ വാക്കാണ് കേട്ടോ. എപ്പോഴും ഒന്നും കർത്താവിനെ മുമ്പിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയുള്ള പരിപാടിയൊന്നുമല്ല. കാരണം നിങ്ങൾ പോകുന്നിടത്തെല്ലാം അവൻ വരും, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന കോളെല്ലാം വരും. ഞാൻ ഈ ബാംഗ്ലൂരിൽ പഠിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് അതുകൊണ്ട് എനിക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. കേട്ടോണേ, രാത്രി 11:30 ഹച്ചിൽ നിന്ന് കോള് വരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കണ്ടിട്ട്, അന്ന് ഹച്ച് സിം അറിയോ? ഹച്ച് എനിക്കറിയത്തില്ല. അറിയാം. രാത്രി 11:30 ആയപ്പോൾ എല്ലാ ദിവസവും ഹച്ച് എന്ന് പറയുന്ന സിമ്മിന്ന് ഈ നമുക്ക് എഴുതി കാണിക്കല്ലോ. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ജോഷ എന്നെ വിളിച്ചാൽ എന്തോ എഴുതി കാണിക്കുന്നത്, ഞാൻ എന്തോണോ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് 11:30 കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കോള് വരുന്നു, ഹച്ച് ഈസ് കോളിംഗ്. അപ്പോൾ നമ്മൾ വിചാരിക്കാണ്ട് ഈ കമ്പനിക്കാർ വല്ലതും എന്ത് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും കോളി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് യഥാർത്ഥ കമ്പനിക്കാരനായ ഹച്ച് ഒന്നും അല്ല. ഇത് വിഷയം ഒന്ന് പറഞ്ഞേ, ഇതെല്ലാം ചെയ്തിട്ട് ഇതിനകത്ത് വന്ന് തീ ഇറക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. എനിക്കൊരു ആത്മസാന്നിധ്യം ഇല്ല പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നടക്കില്ല പ്രിയരെ. കാരണം ഇതിന് വില കൊടുക്കേണ്ട പരിപാടിയാണ്. നിങ്ങൾ 1 വർഷം മുഴുവൻ ജീവിച്ചിട്ട് ഒരു സാക്ഷ്യവും പറയാനില്ലേലും കുഴപ്പമില്ല, ഞാൻ അവൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ നടന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞാട്ടെ. ഞാൻ ഈ തിരുമേശയുടെ സമയത്ത് ഞാൻ പല പ്രാവശ്യം പറയാം, എല്ലാവരും പറയണം, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും. ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പലരും മുഴുവൻ വാക്ക് പറയുന്നില്ല. കാരണം എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഗതികേട് എനിക്ക് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. ഞാൻ മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയോടാണ് ഇരിക്കുന്നതെന്ന് പറയണമെന്ന് പറഞ്ഞാലും ഞാൻ കർത്തൃമേശയിൽ നിന്ന് ഭാവമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നേ പറയത്തുള്ളൂ. പ്രിയരെ, നമ്മൾ ഓരോ ദിവസവും ഗൗരവമുള്ളവരായിട്ടായിരിക്കുക. ഈ 31-നും ഫസ്റ്റ് സൺഡേയിലും ഒന്നുമല്ല നമ്മുടെ ഗൗരവം ഉണ്ടായിരിക്കേണ്ടത്. ഓരോ ദിവസവും നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഇല്ലെങ്കിൽ നമുക്ക് ഒരു സീസണിൽ മാത്രം നമ്മൾ ഫലം കായ്ക്കുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ ഈ സീസണൽ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. നമ്മൾ അറിയത്തില്ലേ, ഈ ഇപ്പം മേടിക്കണ്ട, ഇതിന് ഭയങ്കര വില കൂടുതല, സീസൺ ആകുമ്പോൾ എന്തോ ചെയ്യും? അയ്യോ, നമ്മൾ അങ്ങനല്ല. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് എന്ന് വെച്ചാൽ അവൻ്റെ എപ്പോഴാണോ അതിൻ്റെ പ്രയോജനം വരേണ്ടത് ആ സമയത്തെല്ലാം അത് എന്തോ ചെയ്തുകൊണ്ടിരിക്കണം, ഫലം കായ്ച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ അഹരോൻ്റെ വടിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ദൈവം പറയുന്നുണ്ട് മോശയോട്, ആ വടി എന്ത് ചെയ്യണം, എല്ലാവരുടെയും ഓരോ വടി എന്ത് ചെയ്തു, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ വടി കൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ദൈവം പറഞ്ഞ് മേടിക്കേണ്ട, ഏത് വടിയാണോ തളിർക്കുന്നത് അവരെ നീ എന്ത് ചെയ്യേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുക. എന്നിട്ട് അന്ന് രാത്രി കഴിയുമ്പോൾ, ഒരു പക്ഷേ 12 മണിക്കൂറായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ദിവസം ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയോ, 12 മണിക്കൂർ കഴിഞ്ഞ് താൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് എന്തോ പറ്റുന്നറിയോ, ഒരു വടി എന്ത് ചെയ്തിരിക്കുന്നു, തളിർത്തിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടെ ഉണ്ട് കേട്ടോ, തളിർത്തു മാത്രമല്ല അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക. ഹലോ, ഇന്നലെ രാത്രി അങ്ങോട്ട് കൊണ്ടുവച്ച് ഇന്ന് രാവിലെ ഫലം പറിച്ച് എത്ര പേരുണ്ട്? എന്നെ ഒന്ന് കാണണ്ടേ, ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ തെങ്ങൊക്കെ ഉള്ളതാണ് ഞങ്ങളുടെ, എല്ലാ 45 ദിവസം ഇരിക്കുമ്പോഴും തേങ്ങ വെട്ടാം. ഹലോ, കേൾക്കുന്നുണ്ടോ? അത്യാവശ്യം വളമൊക്കെ ഇടുന്ന സ്ഥലമാണെങ്കിൽ എല്ലാ 45 ദിവസം ഇരിക്കുമ്പോഴും എന്ത് ചെയ്യാം? ആലപ്പുഴക്കാർക്ക് അറിയത്തില്ലേ? അറിയാം. എല്ലാ 45 ദിവസം ഇരിക്കുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും?
അപ്പോൾ ഒരു 1.5 മാസം ഇരിക്കുമ്പോൾ തേങ്ങ എന്ത് ചെയ്തോണ്ടിരിക്കുക. ഇതങ്ങനല്ല, ഇന്നലെ കൊണ്ടുവച്ചു, രാവിലെ ആയപ്പോഴത്തേക്ക് അത് എന്ത് ചെയ്തു, പൂത്തെന്ന് മാത്രമല്ല ഫലം കഴിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഈ 10, 15, 25, 30 വർഷം ഇതിനകത്ത് ഇരുന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഫലം കഴിക്കാൻ പറ്റാത്തതെന്നറിയാവോ? നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരമില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇതിനകത്തിൽ എത്ര വർഷം ഇരിക്കും എന്നുള്ള കാര്യമല്ല വിഷയം. ഇതിനകത്തിലെ വിഷയം എന്താണെന്നറിയോ? ഇന്നലെ യേശുവിനെ അറിഞ്ഞ ഒരാളാണേലും ഫലം കായ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം അവർക്ക് ദൈവമായിട്ടുള്ള എന്താണ് ബന്ധം നമുക്കറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഓരോ ദിവസം കഴിയുമ്പോഴും, ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ ചോദിക്കണം, കർത്താവേ, ഞാൻ കഴിഞ്ഞ വർഷം എന്നാ ഫലമാണ് ഞാൻ കായ്ച്ചേ, എത്ര ആരാധിച്ചെന്നൊന്നുള്ളൂ അല്ല വിഷയം. ആരാധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ആരാധിക്കാൻ ഏറ്റവും താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എനിക്ക് അതിനകത്ത് യാതൊരു മടിയില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നു, കർത്താവ് അവിടെ ചിലപ്പോൾ നീ എന്തും വേണ്ടി ആരാധിച്ചെന്നല്ല ചോദിക്കുന്നത്, എന്ത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി പറ്റി. അതുകൊണ്ട് 24-ൽ എന്തെങ്കിലും ഫലം പുറപ്പെടുവിക്കാൻ പറ്റിയില്ലെങ്കിൽ പറയണം, കർത്താവേ, ക്രോധം, കോപം, പാപം, വായിൽ നിന്ന് ഒരു ദൂഷ്യ, ഇതിൽ നിന്നൊന്നും എനിക്ക് മോചനം പറ്റിയിട്ടില്ല. 25-ൽ എനിക്കൊരു വലിയ മോചനം നീ തരണേ. ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് മുമ്പോട്ട് കയറണ്ടേ. ഞാൻ എന്തെങ്കിലും ഒരു ഭാഗം എടുത്ത് നിങ്ങളെ എക്സൈറ്റഡ് ആക്കി ഒരു തീം തന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടത്തില്ല. നമ്മുടെ രഹസ്യത്തിൽ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമുക്ക് പേഴ്സണലി ഒരു ലൈഫിൽ ഉണ്ടായിരിക്കണം ദൈവമായിട്ട്. അല്ലെങ്കിൽ ഞായറാഴ്ച അങ്ങോട്ട് കഴിയുമ്പോൾ കഴിഞ്ഞു, അല്ലെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ കഴിയുന്നതോട് നമ്മുടെ വിഷയം കഴിഞ്ഞു. ഇതങ്ങനല്ല. ഈ ബന്ധം തുടർമാനമായിട്ട് നിൽക്കേണ്ടതാണ്. അപ്പൊ യേശു എന്ത് ചെയ്തിരിക്കുന്നു? തൻ്റെ ദൈവത്വം വിട്ടിട്ട് അവനെവിടെ വന്നു? ഈ ഭൂമിയിലേക്ക് വന്നതിന് വേണ്ടി നമ്മളിൽ ഒരുവനെ പോലെ ജീവിച്ചിട്ട് പറഞ്ഞു, ദേ ഞാനൊരു മാതൃക നിങ്ങൾക്ക് വെച്ചേച്ചു പോയിരിക്കുന്നു. കണ്ടോ? ഒരു മാതൃക കാണിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയാവുന്നറിയത്തില്ല, ഇപ്പോൾ ഒരു കളിക്കുന്നവര് അല്ലെങ്കിൽ സ്പോർട്സ് അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ പറയുമ്പോൾ അവർക്ക് അവരുടേതായ എന്തുകൊണ്ട് അവരുടെ റോൾ മോഡലുണ്ട്. അവരുടെ കൂട്ട് നോക്കണം, എടുക്കണം എന്നൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ ചിന്തിക്കും. നമുക്കൊരേ ഒരു റോൾ മോഡൽ മാത്രമേ ഉള്ളൂ. എത്ര ന്യൂ ഇയറും എത്ര മാസങ്ങളും എത്ര പ്രയറുകളും കഴിഞ്ഞാലും നമ്മുടെ റോൾ മോഡലായിട്ട് യേശു എന്നും ഉണ്ടായിരിക്കണം. യേശു ജീവിച്ചതുപോലെ ഒരു ലൈഫിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 100% നമ്മുടെ ഈ ശരീരത്തിന് വ്യത്യാസം വരുന്നത് എപ്പോഴാണെന്നറിയാവോ? അവൻ്റെ വരവിങ്കല. പക്ഷേ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ എത്രത്തോളം കഴിയുമോ ആ ഒരു പ്രത്യാശയോടുകൂടി വേണം എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഓരോ ദിവസം മുമ്പോട്ട് ജീവിക്കാൻ വേണ്ടി. അപ്പം യേശുവിൻ്റെ ഈ മനുഷ്യത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ യേശുവിന് അങ്ങനെ ഒരു വ്യക്തിയിലൊന്നും വന്ന് ജനിക്കാൻ പറ്റത്തില്ല. കാരണം അവർ പറയാൻ കാര്യം അറിയോ? ഒരു പദാർത്ഥത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ ആ പദാർത്ഥം മുഴുവൻ എന്തുവാ? മുഴുവൻ മലിനമല്ലേ. അങ്ങനെ യേശുവിനൊന്നും വന്ന് ആരിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ലെന്നൊരു വാദം ഉണ്ടായിരുന്ന കാലം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ എതിരു പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി 1-2 വാക്യങ്ങൾ നമ്മളത് അറിഞ്ഞെങ്കിലേ നമ്മുടെ ഉള്ളിൽ അതൊന്ന് ക്ലിയർ ആവത്തുള്ളൂ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 15 ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. ഈ പ്രവചനം ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നറിയോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ്. മനസ്സിലായോ? അടുത്ത വാക്യം വായിച്ചാട്ടെ. അവൻ നിന്റെ തല തകർക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതുകാൽ തകർക്കും. മതി. ഇനി ഒരു വാക്യം വായിക്കണം. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചേ. ദ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 16. 1-16 വേഗത്തിൽ വായിക്കണേ. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുകയാണ് വ്യക്തമായിട്ട്, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. എടുത്തു പറയാൻ കാര്യം എന്തോന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ച് എടുത്തു പറയാം. അല്ലെ യേശു ജനിച്ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവിടെ പറയുകയാണ് ക്രിസ്തു എന്ന യേശു ജനിച്ചിരിക്കുന്നു. ഒരേ ഒരു വാക്യം കൂടെ കാണിച്ചാൽ അവസാനിപ്പിക്കുക. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഗലേഷ്യൻ ചാപ്റ്റർ 4 വേഴ്സ് 4. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചു. കണ്ടോ, കാലസമ്പൂർണത, അതിന്റെ കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് പുരുഷനിൽ നിന്ന് ജനിപ്പിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, എടുത്തു പറഞ്ഞിരിക്കുന്ന അവിടെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട്. കണ്ടോ, ഒരു കളങ്കവും പറ്റാതെ സ്ത്രീയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ജനിപ്പിച്ചവനെ. അടുത്ത വാക്യം. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരെ
വിലയ്ക്ക് വാങ്ങിയിട്ട്. ഇവിടെ നമ്മൾ ഇത്രയും അറിഞ്ഞാൽ മതി. അവ സ്ത്രീയിൽ നിന്ന് ജനിച്ചതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. ഇതെല്ലാം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവർത്തീകരണം സംഭവിക്കുന്ന കാര്യമാണ്. അതുകൂടെ ഒന്ന് വായിക്കണം നമുക്ക് കേട്ടോ. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിച്ചേ. ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ജനിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒന്ന് വായിച്ചേട്ടാ വാക്യം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായി. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണം. നമ്മൾ 3 വാക്യം വായിച്ചതിൽ യേശുവിന്റെ ജനനം സംബന്ധിച്ച് തന്നെ വായിച്ചേ. പക്ഷെ ഇവിടെ പറയുന്നതിനകത്തിൽ അല്പം വ്യത്യാസമുണ്ട്. വായിച്ചേട്ടാ വാക്യം. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ. കണ്ടോ എങ്ങനെയാ ജനിച്ചെന്നറിയാവോ? പരിശുദ്ധാത്മാവിനാൽ. യേശുവിന്റെ മനുഷ്യത്വത്തിന് എതിര് പറയുന്നതിന് വചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അവരെങ്ങനെയാ ജനിച്ചെന്നറിയോ? പരിശുദ്ധാത്മാവിനാൽ ജനിച്ചു. കണ്ടോ? അതുകൊണ്ട് യേശുവിന്റെ മനുഷ്യത്വത്തിനകത്ത് യാതൊരു സംശയവും തോന്നേണ്ട ആവശ്യമില്ല. വായിച്ച വാക്യം വെച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. മതി. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു കാര്യം, നമ്മളെല്ലാവരും യേശു ജനിക്കാൻ വേണ്ടി മറിയെ തെരഞ്ഞെടുത്തത് ചെറിയ കാര്യമൊന്നുമല്ല. ആ കാലഘട്ടത്തിൽ കൊള്ളാവുന്നൊരു പാത്രം ആരായിരുന്നു? മറിയ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ദൈവം മറിയെ തന്നെ എന്ത് ചെയ്തു? ചൂസ് ചെയ്തില്ലേ? പക്ഷേ മറിയയ്ക്ക് കിട്ടിയ അത്രേ ഒരു അംഗീകാരം ആർക്കും കിട്ടിയിട്ടില്ല. പറഞ്ഞാട്ടെ, എന്നോട് പേഴ്സണലി ഒന്ന് ചോദിക്കുവാണെങ്കിൽ യെസ്, ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി എന്ന് പറഞ്ഞ് അംഗീകരിക്കേണ്ട ആൾ തന്നെ, അതിനകത്ത് യാതൊരു സംശയവും. പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഭാര്യ ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും ആ ഭാര്യയെ സൂക്ഷിക്കാൻ കാണിച്ച യോസേഫ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച ആ വ്യക്തിയുടെ മനസ്സ് എത്ര ഭയങ്കരമാണെന്ന് നോക്കി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇന്ന് എന്തോ ഉണ്ട്, എന്തെല്ലാം വിഷയങ്ങളിൽ കൂടി കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ചേർത്തുകൊള്ളണോ എന്ന് ശങ്കിക്കാതിരുന്ന ആ യോസഫിന്റെ കമ്മിറ്റ്മെന്റ് എത്ര ഭയങ്കരമാണെന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ നമ്മൾ 1:18 വായിക്കുന്നത്, നമ്മൾ മുമ്പേ പറഞ്ഞു, അവൻ മറിയയിലൂടെ, സ്ത്രീയിലൂടെ ജനിച്ചിരിക്കുന്നു. നേരത്തെ അവൻ സാത്താന്റെ കുതികാല് തകർക്കുമെന്ന് പറഞ്ഞതെല്ലാം ശരിയാണെങ്കിലും വളരെ വ്യക്തമായിട്ട് മത്തായി കൂടെ എഴുതിയിരിക്കുകയാണ്. എങ്ങനെയാ ജനിച്ചതെന്നറിയാവോ? അവൻ പരിശുദ്ധാത്മാവിലാണ് മറിയയിലൂടെ ജനിച്ചത്. ഒരു വാക്യം കൂടെ വേണേ ഇത് കാണിക്കാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. ദ ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 34 and 35 വായിച്ചാട്ടെ. ലൂക്ക്. മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കണ്ടോ? അപ്പൊ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മനുഷ്യത്വം സംബന്ധിച്ച് ഒരു വാക്യമല്ല, എത്ര വാക്യം വേണമെങ്കിലും അതിന് കാണിച്ചു തരാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനം എന്തിന്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത്? വേദപുസ്തകത്തിന് മുകളിൽ. ഒത്തിരി വാദങ്ങൾ വന്നു, എങ്ങനെ അവർ വിശുദ്ധനായി ജീവിക്കാൻ പറ്റും. വാക്യം എഴുതിയിരിക്കുന്നത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? വാക്യം ഒന്നുകൂടെ വായിച്ചേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പൊ എന്തോ ജനിക്കുമെന്ന് എഴുതിയിരിക്കുന്നറിയോ? വിശുദ്ധനായിട്ട് എങ്ങനെ ചോദിക്കുന്നവരോട് ഉത്തരം പറയുകയാണ്, ഒരു വിശുദ്ധ പ്രജയായിട്ട് അവൻ ജീവിക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? അതുകൊണ്ടാ പറയുന്നത്, ആത്മീയരായിട്ടുള്ള വിവാഹ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളായിരിക്കും അറിയോ? വിശുദ്ധ തലമുറകളായിരിക്കും അവർ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പ്രിയരെ, നമ്മൾ ഗൗരവമായിട്ട് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹീബ്രു ചാപ്റ്റർ 10 വേഴ്സ് 5 ഒന്ന് വായിച്ചാട്ടെ. മുന്നൊരുക്കപ്പെട്ട ഒരു ശരീരമാണ് ക്രിസ്തു എന്ന് പറയുന്ന ഒരു അർത്ഥം അതോടെ വായിച്ചാട്ടെ. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചിട്ടില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഏത് ശരീരമാണെന്നറിയാവോ? നേരത്തെ പഴയ നിയമ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു? ഹനനയാഗവും ഹോമയാഗവും ഒക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല, ഹനനയാഗം, ഹോമയാഗം, പാനീയാഗം, അങ്ങനെ കുറെ യാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു, എന്നാൽ നീ എനിക്ക് എന്തോ ഒരുക്കിയിരിക്കുന്നു, ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആരുടെ ശരീരം? ക്രിസ്തു എന്ന യേശുവിന്റെ ശരീരം. ഉണ്ടോ? ആർക്ക് എന്തുകൊണ്ട് എതിര് പറയാൻ പറ്റുമെന്നേ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ?
എത്ര ഉറപ്പായിട്ട് ദൈവത്തിന്റെ വചനത്തെ കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളൊരു മിഥ്യയിലല്ല, നോയിക്കേ, ഒരു ഊഹാമോഹത്തിലല്ല നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ആരേലും പറഞ്ഞതിൻ്റെ മുകളിലല്ല. എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. ഏദനിൽ പറഞ്ഞ ആ പ്രവചനത്തിന്റെ നിവർത്തി വന്നു. ഗലാത്യ ലേഖനത്തിൽ നമ്മളത് വായിച്ചു. മത്തായി അതിനെ ഉറപ്പിച്ചു. ലൂക്കോസ് പറഞ്ഞു. അവിടെ നമ്മൾ കണ്ടൊരു വിശുദ്ധ പ്രജ വരുമെന്ന് പറഞ്ഞു. ഇവിടെ എബ്രായ ലേഖനത്തിലേക്ക് എത്തിയപ്പോൾ പറയുകയാണ്, അത് എനിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്തോ ഒരുക്കിയിരിക്കുന്നു, ഒരു ശരീരം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ മനുഷ്യത്വത്തിന് ഡൗട്ട് തോന്നേണ്ട യാതൊരു കാര്യവും ഇല്ല. ഒരു ഭാഗം കൂടെ ഒന്ന് വായിക്കണേ. എല്ലാ സുവിശേഷം നമ്മൾ ഓൾമോസ്റ്റ് തൊട്ടല്ലോ. ഇനി യോഹന്നാന്റെ സുവിശേഷം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നോയിക്കേ, നമ്മുടെ ഇടയിൽ പാർത്തത് ആരെ കുറിച്ചാ പറയുന്നത് അറിയാവോ? യേശുവിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമായിരിക്കെ, ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അവൻ എന്തെങ്കിലും അത് ഉപയോഗിച്ചെന്നല്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ദൈവമായിരിക്കുമ്പോൾ തന്നെ 100% മനുഷ്യനായിട്ട് എവിടെ ജീവിച്ചു? ഈ ഭൂമിയിൽ ജീവിച്ചു. എൻ്റെ ഒരു ചോദ്യം, എന്തിനു വേണ്ടിയാ കർത്താവേ നീ 100% മനുഷ്യനായി ജീവിച്ചേ? 1-2 കാര്യങ്ങൾ അതിനകത്ത് നിറഞ്ഞിരിക്കണം. ഒരു കാര്യം എന്ന് അറിയാമോ? നമുക്കൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ പഴുതടച്ചു കളഞ്ഞു. അല്ലെ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്തോ പറയുന്നറിയോ? അല്ലെങ്കിൽ കർത്താവിനെ നമ്മളെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ വേണേ പറഞ്ഞ, കർത്താവേ നിനക്കങ്ങനെ ഭൂമി വന്ന് ജീവിക്കാനൊക്കെ പറ്റും, നീ ആരാ? നീ ദൈവമല്ലേ, ഞങ്ങളാരാ? ഇത് പറയാനുള്ള അവസരമില്ല. അവൻ എങ്ങനെ തന്നെ ജീവിച്ചെന്നറിയാവോ? 100% മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. എന്ന് വെച്ചാൽ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഭാരവും പ്രയാസവും വേദനയും ദുഃഖവും ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. പണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ക്യൂ നിൽക്കുന്ന ദുഃഖം യേശു അറിഞ്ഞിട്ടുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓരോരുത്തർ ഓരോ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചാണ് ചോദിക്കുന്നത്. പ്രിയരെ, അന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ യേശു പോയി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം യേശു അവിടുത്തെ മൂത്ത സഹോദരനായതുകൊണ്ട് ഇളയവരുടെ എല്ലാം കാര്യം ആര് നോക്കേണ്ടി വന്നു? കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ടേ? അവൻ മൂത്ത സഹോദരനായതുകൊണ്ട് അവൻ്റെ പുറയിലുള്ളവരുടെ ഒക്കെ എന്ത് ചെയ്യണം? ഇപ്പം എനിക്ക് മൂത്ത കുഞ്ഞുള്ളപ്പോൾ ഞങ്ങൾ തന്നെ ചുമ്മാന്ന് പറയും, ഇവനൊന്ന് ശരിയായിട്ട് വേണം, ഇവൻ്റെ ഒന്ന് അക്ഷരങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം പുറയിലുള്ള 2 പേർക്ക് എന്തോ പറഞ്ഞു കൊടുക്കാൻ. ഹലോ, നമ്മളിപ്പോഴേ ഡിസൈഡ് ചെയ്യുക അവൻ്റെ ടീച്ചർ, അവരുടെ ടീച്ചർ ആരായിരിക്കും? മൂത്ത ആളായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറിയയും യോസഫും പറഞ്ഞിട്ടുണ്ട്, ഓ എൻ്റെ ഇവനൊന്ന് വളർന്നിട്ട് വേണം എൻ്റെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി ഒരു കരയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ആര് ചുമന്നിരിക്കണം? യേശു ചുമന്നിരിക്കണം. അവന് ഒരു കാർപ്പൻ്ററായിട്ട് അല്ലെങ്കിൽ ഒരു മരപ്പണിക്കാരനായിട്ട് ആര് ജീവിച്ചത്? യേശു ഈ ഭൂമി ജീവിച്ചു. എൻ്റെ ഒരു ചോദ്യം പറഞ്ഞേ, ന്യായമായിട്ട് ജോലി ചെയ്തിട്ട് തരാത്ത എത്രയോ വേതനം നമ്മുടെ ചുറ്റിലുമുണ്ട്. ഹലോ, നിങ്ങൾ ചെയ്ത ജോലിയുടെ ന്യായമായ കൂലി കിട്ടാത്ത എത്ര പേര് ഇരിപ്പുണ്ട്? അങ്ങനെയാണെങ്കിൽ യേശു അന്ന് ഒരു പക്ഷേ പകൽ ജോലി ചെയ്തിട്ട് എത്ര പേർ കറക്റ്റ് വേതനം കൊടുത്തു കാണത്തില്ല അവന്? മനസ്സിലായോ? അത് മേടിച്ചോണ്ട് വന്നു വൈകിട്ടത്തെ കാര്യം നോക്കണമായിരിക്കും. ആ വേദന നമ്മൾ പറയത്തില്ലയോ, ഞാൻ ഈ ജോലി അനുഭവം ഞാൻ ചെയ്യുന്നതിനുള്ളതൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ. പ്രിയരെ, നീ ഭാരപ്പെടരുത്. ഇതിലേക്കൂടെ എല്ലാം കടന്നു പോയിട്ടാണ് അവൻ പറഞ്ഞത്, ഞാനൊരു വഴി ഒരുക്കിയിരിക്കുന്നു, ആ വഴിയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുക. അവൻ അറിയാത്ത ഒന്നുമില്ല. എന്തിന്? യേശുവിൻ്റെ പേഴ്സണൽ പ്രെയർ പോലും ചലഞ്ച് ചെയ്യപ്പെട്ട് കാണും. നോക്കിക്കേ, പേഴ്സണൽ പ്രെയർ. കാരണം നമ്മളെല്ലാവരും ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഏറ്റവും അവസാനം എവിടെ വരുന്നത്? ഇപ്പം നിങ്ങളെല്ലാവരും ജോലി ചെയ്തിട്ട് വിചാരിക്കുന്നു, മാക്സി ജോലി ചെയ്യുന്നവരെല്ലാവരും വിചാരിക്കും രാവിലെ തൊട്ട് വയ്യോളം ജോലി ചെയ്ത് ഓവർ കൊടുക്കാൻ ലേറ്റ്, എന്നാൽ ഇന്ന് ഇവിടെ ഒക്കെ താമസിച്ചേക്കാം, അത് നേരെ ലോബി പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, നമ്മൾ എത്ര ബുദ്ധിമുട്ടാണേലും റെൻറ്റഡ് ആണേലും ഹോസ്റ്റലാണേലും നമുക്ക് കിടക്കാൻ ഒരിക്കലത്തോട്ട് എന്ത് ചെയ്യും? നമ്മൾ പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക, യേശു അങ്ങനെ വീട്ടിലോട്ട് വന്നപ്പോൾ അന്നത്തെ കാലമാണ്. യേശുവിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പറയുന്നു, കുറുപ്രാവിനെയാണ് കൊണ്ട് യാഗം കഴിച്ച്. അപ്പോഴേ നമുക്കറിയാം അവൻ ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിളൊന്നും ആയിരുന്ന ആളല്ല. ഇന്നത്തെ ആൾക്കാരെല്ലാം സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഭയങ്കര വെക്കുമ്പോൾ എൻ്റെ ചോദ്യം, യേശു ഒരു സാധാരണക്കാരായിട്ട് ജീവിച്ചേ. പാസ്റ്ററെ, എന്തുകൊണ്ട് നീ നിന്റെ സഭയിലെ വിശ്വാസിയോട് പറയുന്നില്ല, കുഞ്ഞെ മതിയടാ, ഉള്ളത് മതി, നീ ആത്മീയനായിട്ട് ജീവിക്കാൻ എന്തുകൊണ്ട് പറയുന്നില്ല? ഈ പാസ്റ്ററെ ആരാ അനോയിന്റിങ് ചെയ്തേ?
നമ്മൾ കുറെ കാര്യങ്ങൾ ഇവരുടെ തലയിൽ കയറ്റി അവരത് ചെയ്യാൻ നോക്കി രക്ഷപ്പെടാതായിരിക്കുമ്പോൾ നിരാശ കൊണ്ട് അവൻ്റെ ജീവിതം മൂടുകയാണ് ചെയ്യുന്നത്. നീ അവനെ പറഞ്ഞു കൊടുക്കണം, മതി കുഞ്ഞെ, അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയും. നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. 10 കൊല്ലം ഒരാൾ ചെയ്ത കാര്യം നിന്റെ ആരോഗ്യം നന്നായിട്ടിരുന്നാൽ അത് നഷ്ടപ്പെടാതെ മെഡിക്കലിന് കൊടുക്കാതെ നിന്റെ ഭവനത്തിനെ അത് നയിക്കാനായിട്ട് ദൈവത്തിന് പറ്റും. നമ്മളില്ലാത്ത കടങ്കഥയെല്ലാം കൂടെ തലയെ കെട്ടിവെച്ചു കൊടുത്ത് അവരെ നിരാശയിൽ ആട്ടിക്കളയരുതേ എന്ന് ഞാൻ ഇന്ന് രാവിലെ ഓർപ്പിക്കുക. യേശുവിൻ്റെ ഭവനത്തിൽ, അങ്ങനെ ഒരു ഭവനത്തിനകത്ത് കൂടെ യേശു വന്നേ. എന്തിനാ ഞാൻ പറഞ്ഞറിയോ? അവനുണ്ട് യേശുവിൻ്റെ യോസഫിനെ കുറിച്ച് ഒരു കാലം കഴിഞ്ഞിട്ട് എങ്ങും ബൈബിളിൽ വായിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ യോസഫിൻ്റെ കാലം പെട്ടെന്ന് കഴിഞ്ഞുപോയി. യേശുവാണ് എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അവൻ്റെ പേഴ്സണൽ പ്രെയർ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റിയെന്നുള്ള പറയാൻ കാര്യം എന്നറിയോ? അവൻ ആ വീട്ടിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് വന്നിരുന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു പേഴ്സണൽ മുറി ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ യേശുവിൻ്റെ പല ലൈഫും കാണുന്നത് എവരെന്നറിയോ? അവൻ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ വായിക്കുന്നു, ഒരു കല്ലേറും ദൂരം പോയി പ്രാർത്ഥിച്ചു. പിന്നത്തേതിലാണ് വായിക്കുന്നത്, ഇപ്പോഴത്തെ ഭാഗമല്ലത്. പിന്നെ കാണുന്നു അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും വായിക്കുന്നില്ല. പല സയന്റിസ്റ്റുമാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അവരൊക്കെ വെട്ടത്തിൻ്റെ എന്ത് ചെയ്തു, വഴിവിളക്കിൻ്റെ വെട്ടത്തിൻ്റെ അടിയിലൊക്കെ പോയിരുന്ന് എന്ത് ചെയ്തവരാ, പഠിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ഭവനത്തിൻ്റെ സാഹചര്യം കാരണം അവൻ്റെ പല പ്രാർത്ഥനകൾ ഡിസ്റ്റർബായിട്ടുണ്ട്. അതുകൊണ്ട് അവർ വഴിയിലും മറ്റ് സ്ഥലങ്ങളിലും പോയി എന്ത് ചെയ്യേണ്ടി വരും, പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രിയരെ, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷവും സമൃദ്ധിയുടെ കാര്യമല്ല പറയുന്നത്. ബൈബിളിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്ക് അന്നു വേണ്ടത് മുഴുവൻ തന്നു നടത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, മോനെ കുഴപ്പമില്ലടാ, നീ ഒത്തിരി ഗ്രീഡി ആയിട്ടൊന്നും ജീവിക്കണ്ട, ഒത്തിരി പണമൊന്നും നീ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണ്ട. നിന്നിൽ ഉള്ളിലുള്ള എന്തോ നഷ്ടപ്പെട്ടു പോകല്, ദൈവകൃപ നഷ്ടപ്പെട്ടു പോകരുത്. മനസ്സിലായോ? ഞാനിപ്പോഴും ഓർക്കുന്നു, അന്നത്തെ പോലെ ഇന്നും ഞാൻ ഓർക്കുന്നു. ഞാൻ ഗുഡ്ഗാവിൽ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 40s ഏത് സെക്ടറാണെന്ന് ഓർക്കുന്നത്, അവിടുത്തെ ഹോസ്റ്റലിൽ പോയ സിസ്റ്റേഴ്സിനെ കൂട്ടിയിട്ടാണ് നേരെ അങ്ങോട്ട് പോകുന്ന വഴി പ്രയറിന് പോകുന്നത്. അപ്പോൾ ഒരു സിസ്റ്റർ 1-2 ആഴ്ചയായിട്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ അന്നത്തെ കാലത്ത് എല്ലാ സമയത്തും അവരുടെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്താണ്. അപ്പം ഞാൻ പെട്ടെന്ന് പ്രത്യാശയോടെ എന്ത് ചെയ്തു, ഈ 2 ആഴ്ചയായിട്ട് സിസ്റ്റർ വന്നില്ല, എന്നാൽ സിസ്റ്ററെ പപ്പാടെ നമ്പർ തന്നേക്കണേ, പപ്പയെ ഒന്ന് വിളിച്ചേക്കാം. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പ്രൈസ് ലോർഡ്, എന്തുകൊണ്ട് വിശേഷങ്ങൾ, സന്തോഷമായിരിക്കുന്നു, മോള് 2 ആഴ്ചയായിട്ട് വന്നില്ലല്ലോ അച്ഛാ ചർച്ചിലേക്ക്, എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആ പപ്പ ഇങ്ങോട്ട് പറയണം, കുഴപ്പമില്ല പാസ്റ്റേ, അവൾ 2 ആഴ്ചയായിട്ട് വന്നില്ലെങ്കിലും അവളെ ജോലിക്കായിട്ടല്ലേ പാസ്റ്റേ വിട്ടേക്കുന്നത്. ഹലോ, ഞാനെങ്ങാനും വിളിക്കുമ്പോൾ നിങ്ങളുടെ പപ്പ വല്ലോ അങ്ങനെ പറയട്ടെ, അന്നേരം ഞാൻ ബാക്കി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ജോലിയാണ് ഏറ്റവും വലിയ കാര്യം. കേൾക്കുന്നുണ്ടോ പ്രിയരെ? ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അറിയാം. ഒരു മെഡിസിൻ മാറിയാൽ മതി, അന്ന് നിന്നെ ടെർമിനേറ്റ് ചെയ്തോളെ ഹോസ്പിറ്റലിൽ നിന്ന്. അതോടുകൂടി ജോലി കഴിഞ്ഞു. ഇന്ന് നമ്മളെ ചിരിക്കുന്ന ഇൻചാർജും സൂപ്പർവൈസറും ഒന്നും അന്നേരം കാണത്തില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. വിഷയം വരുമ്പോൾ ആരും കൂടെ കാണത്തില്ല, കാരണം അവർക്ക് അവരുടെ ജോലിയും കൂടെ എന്ത് ചെയ്യണം, സേഫ് ആക്കി വെക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് ജ്ഞാനം തന്ന്, വിവേകം തന്ന്, ഭക്തി തന്ന്, കൃപ തന്ന് നിർത്തിയിരിക്കും ദൈവത്തെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ നീ ദൈവത്തെ ഒന്ന് ആരാധിച്ചിരിക്കണം.